ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഇത് ഫെബ്രുവരി 4 എടുത്ത വീഡിയോ ആണ് കേട്ടോ, എൻ്റെ ബർത്ത്ഡേക്ക്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഫെബ്രുവരി 4 തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കേട്ടോ. ഇവിടെ രാവിലെ വിളക്ക് കത്തിക്കുന്നത് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ നമ്മൾ രാവിലെ കുളി കഴിയില്ലേ, ആ ദിവസങ്ങളിലൊക്കെയാണ് രാവിലത്തെ വിളക്ക് കത്തിക്കലേ. അല്ലെങ്കിൽ ഈവനിങ് മാത്രമാണ് ഇവിടെ വിളക്ക് കത്തിക്കുക വീട്ടിൽ. ഇവിടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഭയങ്കര വലിയ വലിയ ഗിഫ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കലും വാങ്ങലും ഒന്നും ഇല്ല കേട്ടോ. ഇത് പിന്നെ ചോക്ലേറ്റാണ്. അതിങ്ങനെ സർപ്രൈസായിട്ട് കൊടുക്കാനൊക്കെ സൂര്യന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അതെ, അങ്ങനെ അവന് ഭയങ്കര സർപ്രൈസൊക്കെ ആയിട്ടാണ് ഈ ചോക്ലേറ്റൊക്കെ കൊടുക്കുക, വിചാരിക്കാത്ത സമയത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ. ഞങ്ങൾ രണ്ടാളും ഈ ചെയ്യുന്നത് കണ്ടിട്ട് പഠിച്ചതൊക്കെയാണ് കേട്ടോ, ഏട്ടനും ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ ഞാനന്ന് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞില്ലേ, വെഡ്ഡിങ് ആനിവേഴ്സറിക്കും അങ്ങനെ ഗിഫ്റ്റൊന്നും കൊടുക്കൊന്നുമില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. ഇത് പൊട്ടറ്റോ ഫ്രൈ ആക്കുന്നത് ഉച്ചയ്ക്കുള്ളതാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ഹറിബറി ആയിട്ട് ഇനി അപ്പോൾ പണികളൊന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തലേന്ന് തന്നെ കറിക്കുള്ള സവാളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ തക്കാളി ഇങ്ങനെ അരച്ച് വെക്കില്ലേ ഇതിലേക്ക്, ഈ കറിയിലേക്ക് അങ്ങനെയാണല്ലോ, അരച്ച് വെച്ചു. കാഷ്യനട്ടും അരച്ച് വെച്ചു. പിന്നെ ഇനി അധികം പണിയൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്തു വെച്ചു. അത് കാരണം ഇന്നിങ്ങനെ കൂളായിട്ട് നിന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുകയാണ്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, കറി തൈരാണെന്ന്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വേണ്ടേ. വൈകുന്നേരം ആകുമ്പോഴേക്കും അന്ന് അമ്മൂന് വരുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അതൊന്നും അധികമൊന്നും ചെറിയ പണികളൊക്കെ ഒന്നും കൂടി കുറച്ച് പിടിച്ചതാണ് ഞാൻ. ഈ പനീർ ബട്ടർ മസാലയിൽ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഓറഞ്ച് കളർ കിട്ടും കേട്ടോ. അപ്പോഴാണ് കറിക്ക് കുറച്ചുകൂടി ഭംഗി. എൻ്റെ അടുത്ത് ഇപ്പോൾ ആ മുളക് പൊടി ഇല്ല, അപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരിയല്ലേ ചേർക്കുള്ളൂ. ഇതിൽ മിക്കതും കമൻസ് വരും, ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങളിലൊക്കെ ഒന്ന് ലിങ്ക് ഇടുമോ, അല്ലെങ്കിൽ അത് ഏത് ബ്രാൻഡാണെന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് ടാഗ് ചെയ്ത് വെക്കാം. വീഡിയോയിൽ മിക്കതും ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഹോക്കിൻസിൻ്റെയാണ് വെള്ളപ്പച്ചട്ടി. പിന്നെ ഇതാ കരോട്ടിൻ്റെ ആണ് ആ പൊട്ടറ്റോ ഫ്രൈ ആക്കാൻ എടുത്തതില്ലേ അത്. പിന്നെ ആ ഓറഞ്ച് അത് പാത്രം സെറാമിക്കിൻ്റെയാണ്. അത് എനിക്ക് ഗിഫ്റ്റ് വന്നതാണ് ഗൾഫിൽ നിന്ന്. എൻ്റെ ഒരു ഫ്രണ്ട് മിറ അയച്ച് തന്നതാണ് കേട്ടോ. പിന്നെ ഏതാണ്, പിന്നെ ചായ ഉണ്ടാക്കുന്ന ആ പാത്രമല്ലേ കറാഫെ, ഗ്ലാസ് കറാഫെ, അത് സെയിം തന്നെ ഇപ്പോൾ അവൈലബിളാണ് ഓൺലൈനിൽ. ഹോക്കിൻസിൻ്റെ ഒരു ബ്രാൻഡ് അവൈലബിളാണ്. അത് ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. സെയിം സൈസാണ്, സെയിം. ഇത് 1.5 ലിറ്ററിൻ്റെയാണ്. അതിൻ്റെ ലെങ്ത്തും എന്താ പറയുക വിഡ്ത്തും എല്ലാം ഞാൻ നോക്കി, ഇതിൻ്റെ സെയിം ആണ്. അത് ഞാൻ ടാഗ് ചെയ്ത് വെക്കാം. പിന്നെ കാസറോള് ബ്രാൻഡ് ബൊഹാറയാണ്. അത് 3.5 ലിറ്ററാണ്. അത് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഇന്ന് രാവിലെ തന്നെയാണ് കേക്ക് കട്ടിങ്. ഇന്ന് സൂര്യ സ്കൂളിൽ പോണതിൻ്റെ മുൻപ്, ഏട്ടനൊക്കെ പോണതിൻ്റെ മുൻപ് അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ഫ്രണ്ട് ഐഷ വരുന്നുണ്ട്, അപ്പോൾ കേക്ക് കട്ടിങ് ആദ്യം അങ്ങ് ചെയ്യാം, വരുമ്പോൾ അവൾക്ക് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ രാത്രി പിന്നെ വിരുന്നൊക്കെ ഉള്ളതാണ്. ആദ്യം അങ്ങനെ വിചാരിച്ചു, വിരുന്നിൻ്റെ സമയത്തൊക്കെ, ആ സമയത്ത് അമ്മൊക്കെ വരുന്ന സമയത്ത് കട്ട് ചെയ്താൽ മതിയെന്ന്. പിന്നെ ഇങ്ങനെയാക്കിയതാണ്. ആദ്യം 9:00 ഒക്കെ എത്തിയിരിക്കുന്നു പറഞ്ഞു. ഫ്ലൈറ്റ് ഇവിടെ നാട്ടിലേ, ഇവിടെ എൻ്റെ അടുത്തേക്ക് 9:00 എത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കൊണ്ട് വിളിച്ചാൽ 30 മിനിറ്റ്സ് ലേറ്റാണ് ഫ്ലൈറ്റ്. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വീട്ടിലേക്ക് വരുന്നത്. ഇതിനു മുൻപ് പല തവണ വരാൻ വെച്ചിട്ട് ഇങ്ങനെ മാറിപ്പോയതാണ്, പല കാരണങ്ങൾ കൊണ്ട്. ഒരു വീട് വെച്ചിട്ട് കുറച്ചായ സമയത്ത് തന്നെ ഫാമിലി ആയിട്ട് അവൾ വരാൻ നിന്നതായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അന്ന് പെട്ടെന്നൊരു മരണം നമ്മളുടെ കുടുംബത്തിനുണ്ടായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അന്ന് പിന്നെ അത് നടന്നില്ല. അപ്പോഴേക്കും പിന്നെ അവൾക്ക് തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോകേണ്ടി വന്നു. പിന്നെ ഇതേപോലെ അവൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വേറൊരു ദിവസം എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇത് റെക്കോർഡിങ്ങിലായിരുന്നേ.
അപ്പോൾ എനിക്ക് കോളൊന്നും വരുന്നത് അറിയില്ല. അങ്ങനെ അത് മിസ്സായിപ്പോയി. ഇപ്പോഴാണ് വരുന്നത്. ഇനി ഞാൻ വേഗം പോയിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യട്ടെ. ബർത്ത്ഡേൻ്റെ ഒക്കെ വീഡിയോ ഇടണ്ടേ. ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈയും കൊടുത്തിട്ട് പിന്നെ അവൾ വരുമ്പോഴേക്കും അവൾക്കുള്ള വെള്ളപ്പൊക്കെ ചൂടോടെ ഉണ്ടാക്കി വെക്കണേ. ഇതിപ്പോൾ അവൾ UAE നിന്ന് വരുന്ന വഴിയാണ്. എയർപോർട്ടിൽ നിന്ന് അവളെ ചേച്ചീൻ്റെ മോൻ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് കൂടെ ഉള്ളത്, ഫാമിലി അല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അവൾ വന്ന് പോയി. 11:45 12 മണിയൊക്കെ ആയപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടിയും എൻ്റെ വീഡിയോ ഒക്കെ കമൻസിനും ഒക്കെ റിപ്ലൈ ഒക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്നു. എന്നിട്ടിപ്പോൾ ഊണ് കഴിക്കാനിരുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അമ്മുവിൻ്റെ വിരുന്നിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഊണ് കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരമൊക്കെ ഓർഡർ എടുത്തൊന്ന് തിരക്കിൽ പെട്ടിട്ട് ഇന്ന് ഞാൻ ഓർഡർ എടുക്കലൊന്നും അതിന് ഇപ്പോൾ ഓരോ എൻക്വയറീസൊക്കെ ഉണ്ടാവില്ലേ, റിപ്ലൈ കൊടുക്കലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ നേരം ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് ഒക്കെ ഇന്ന് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഇനി പായസം വെക്കാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേ ആയിട്ട് പായസമൊന്നും വെച്ചിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ ഈവനിങ്ങിലേക്കാണൊക്കെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. അമ്മു രാത്രിയാണ് വിരുന്നുള്ളത്. അപ്പോൾ ആ സമയത്തേക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒക്കെ വൈകിച്ചതാണ്. ഇത് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെക്കുന്നതാണ്. പിന്നെ അപ്പോഴേക്കും കുറച്ച് ചിക്കനിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിയാമെന്ന് വിചാരിച്ചു. ഉള്ളിയൊക്കെ നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പാലടുപ്പത്ത് വെച്ചിട്ടാണ് പോയത്. റിസ്ക്കാണ്, എന്നാലും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. പായസം സേമിയാണ് കേട്ടോ. അപ്പോൾ സേമിയൊക്കെ ഞാൻ ഇന്നലെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് നെയ്യിൽ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. എളുപ്പമെന്ന് പറഞ്ഞാൽ പായസം കുറേ നേരം നിന്നിങ്ങനെ ഇളക്കണം, അങ്ങനത്തെ ഒരു പണിയേ ഉള്ളൂ. പാല് തിളയ്ക്കാറായപ്പോൾ ഞാൻ ഈ ഉള്ളിയൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയതാണ് വേഗം. പിന്നെ ഇവിടെ നിന്നിട്ട് ഉള്ളി നന്നാക്കിയാൽ പിന്നെ പാലൊക്കെ പുറത്താവും. അപ്പോൾ തിളയ്ക്കാറായപ്പോൾ പിന്നെ ഞാൻ അവിടെ കിച്ചണിൽ തന്നെ പോയിരുന്നു. ഇപ്പോൾ സൂര്യൻ വരുന്ന സമയമായിട്ടോ. സൂര്യൻ്റെ കൂടെ അമ്മു ആയിരുന്നു ഉണ്ടായിരുന്നത്. അമ്മുവിൻ്റെ അടുത്തേ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ ഇവിടെ നമ്മളുടെ അടുത്തുള്ള റിലേറ്റീവ്സൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ജസ്റ്റ് ഒരു വിസിറ്റിന് ഇറങ്ങിയതാണ് അവളും സിദ്ധാർത്ഥും കൂടിയിട്ട്. ഞാനിവിടെ ചിക്കൻ്റെ പണികളൊക്കെയാണ്. ചിക്കൻ കറി വെക്കലും പിന്നെന്താ ചിക്കൻ ഫ്രൈ ആക്കാനുള്ളതും എല്ലാം റെഡിയാക്കലും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, ചിക്കൻ്റെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ. ഇനി വിളക്ക് എത്തിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മതിയല്ലോ ഇനി ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഐഷ ആരാന്ന് എങ്ങനെ പരിചയപ്പെട്ടു ഒന്നും ഞാൻ പറഞ്ഞില്ല അല്ലേ. ഐഷ ഞങ്ങൾ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴിക്കോട് ഒരുമിച്ച് പഠിച്ചതാണ്. അവിടുന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. അതാണ് ഞാൻ അതിൽ ക്യാപ്ഷനായിട്ട് എഴുതിയിരുന്നില്ലേ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ, വിട്ടുപോയില്ലെന്ന് ഉറപ്പുള്ള ഒരു സൗഹൃദം എന്ന് പറഞ്ഞില്ലേ, അതിലെല്ലാം ഉണ്ട്. ആ വാക്കുകൾ, ആ ഒരു ക്യാപ്ഷനിൽ എല്ലാം ഉണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം.
അങ്ങനെ അച്ഛനുള്ള പായസമൊക്കെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പായസം ഇരുന്ന് കുടിക്കണം. അപ്പോൾ ഇന്ന് ചായ കുടിയൊന്നുമില്ല, ഇന്ന് കേക്ക് കഴിക്കലും പായസം കുടിക്കലൊക്കെയാണ്. അപ്പോൾ ഐഷേനെ പറ്റിയിട്ടുള്ള പറയാൻ ഈ വീഡിയോ പറഞ്ഞു തീർക്കാൻ ഈ വീഡിയോ തികയൂല. ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് കൂടുതൽ പറയാം. ഐഷയ്ക്ക് കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാനുള്ളൊരു ടൈമില്ല. അവൾക്ക് വീട്ടിൽ വേറെ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. അത് കാരണമാണ് ഇവിടെ വന്ന് ജസ്റ്റ് ഇറങ്ങിയൊരു എന്നാലും ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ പറയാനുള്ളതും ചെയ്യാനുള്ളതും എന്തൊക്കെയോ ഇങ്ങനെ ചെയ്ത് പറഞ്ഞ് അങ്ങനെ യാത്ര അയച്ചു. ഇത് ഫ്രൈഡ് റൈസിലേക്കുള്ള ക്യാപ്സിക്കും സ്പ്രിംഗ് ഓണിയനാണ്. ഇത് ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളൂ, അതാണ് ഇത് അരിയാൻ വൈകിയത്. ഞാനും ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഫ്രൈഡ് റൈസിലേക്കുള്ളത് ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ആ പാത്രത്തിലുള്ളത്. അപ്പോൾ അതിൽ കൂടെ ഇത് കൂടിയും അരിഞ്ഞിട്ട് ഇനി ഫ്രൈഡ് റൈസിൻ്റെ പണി തുടങ്ങാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ കറി ഉണ്ടല്ലോ, പിന്നെ വെള്ളപ്പവും വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും അമ്മൂന് ഇതൊന്നും കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് വയറ് ഒഴിഞ്ഞിട്ട് നടക്കുകയാണ്. അവളെ കാണുമ്പോഴേ അറിയാലോ ഭക്ഷണം എത്രത്തോളം കഴിക്കും എന്നുള്ളത്. ഇപ്പോൾ അവൾക്ക് ഭക്ഷണം ഈ വിരുന്നിന് നടന്നിട്ട് ഇതെല്ലാം കാണുമ്പോഴേ അവൾക്ക് വയ്യ. എനിക്കൊന്നും വേണ്ട, ഞാൻ ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ ഉണ്ടാക്കാം. അപ്പോൾ അവൾ പറയാണ് എന്താ നിനക്ക് കഴിക്കാൻ തോന്നുന്നത് അത് പറയുമെന്ന് പറഞ്ഞാൽ പറയാം എനിക്ക് കുറച്ച് കഞ്ഞി ചമ്മന്തിയും തരുമോ മേമേന്ന്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ഒക്കെ ഉള്ളൂ. അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു. ഞാനപ്പോൾ വേറെ എന്തോ ഒരു പണിയിൽ പെട്ടിട്ട് പിന്നെ അവർ വന്നതിൻ്റെ ആ ഒരു വന്ന ഗിഫ്റ്റൊക്കെ ഇങ്ങനെ തന്നിട്ടുള്ളപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനും മറന്നു. അവൾ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, അവളും സിദ്ധാർത്ഥും. പിന്നെ ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുക. കുറേ സ്വീറ്റ്സും പിന്നെ മാലയും ഒക്കെ തന്നിട്ടുണ്ട് ബർത്ത്ഡേക്ക്. പിന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്വന്തമായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കുമെന്ന് പറയാറുണ്ടല്ലോ എപ്പോഴും. ഞാനൊരു പാദസരം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാണിക്കാൻ മറന്നു. പാദസരം എന്ന് പറയുമ്പോൾ സ്വർണ്ണത്തിൻ്റെ ഒന്നല്ല കേട്ടോ, സ്വർണ്ണത്തിൻ്റെ ഒക്കെ എനിക്കുണ്ട്. അതൊക്കെ കുറേ കാലം ഇട്ട് മടുത്ത് അങ്ങനെ ലോക്കറിൽ കയറ്റിയതാണ്. ഇക്കാലത്ത് 5 പവൻ്റെ പാദസരം ഇട്ട് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയല്ലേ, എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി നടക്കും. കുറേ നാൾ പാദസരമൊക്കെ ഇട്ട് ഈ സ്വർണ്ണ പാദസരമൊക്കെ ഇട്ട് നടന്നപ്പോൾ പിന്നെ അതങ്ങ് ഊരി വെച്ചു, ലോക്കറിൽ കയറ്റി. എന്നിട്ട് പിന്നെ ഞാൻ ആ കറുത്ത ചരടല്ലേ, ആ കറുത്ത എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒക്കെ പലതും മാറ്റി ഇടുക ചെയ്യുക. ഇപ്പോൾ ഞാൻ ചരടാണ്. ഇതിന് കുറേ പേര് ചോദിക്കാറുണ്ട് ചരടിന് എന്തോ വേറെ അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എനിക്ക് കമൻസൊക്കെ ഉണ്ട്. എനിക്കും അറിയായികൊന്നുമല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വിചാരിക്കേണ്ടവർക്ക് വിചാരിക്കാം, അങ്ങനെ വിശ്വാസമുള്ളവർക്ക് അങ്ങനെ അതൊന്നും ഇടരുത്. പക്ഷേ എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇതിലൊന്നും അങ്ങനത്തെ വിശ്വാസങ്ങളും ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഞാനതൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതൊരു ഫാഷനായിട്ട് വന്ന സമയത്ത് ഇട്ടതാണ്. അതങ്ങനെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. വേറെ രീതിയിലൊക്കെ ചിന്തിക്കാൻ നിന്നാൽ എല്ലാത്തിനും ഓരോരോ ചിന്തകൾ വേണമെങ്കിൽ വരുത്താം. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നിന്നാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോഴും ഈ വാങ്ങിച്ച പാദസരം ഇട്ടപ്പോഴും ഞാൻ ആ കറുത്ത ചരടൊന്നും പൊട്ടിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതിനി എപ്പോഴാണ് മടുക്കണമെങ്കിൽ അപ്പോൾ ഞാനത് കളയും. അല്ലാണ്ട് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അതങ്ങ് ഊരി കളയൊന്നുമില്ല ഞാൻ. പിന്നെ അമ്മു കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ വിരുന്നാണ് കേട്ടോ അത്. 4 ദിവസം അവൾ വിരുന്നിന് വന്നതാണ്. അങ്ങനെ ഒരു ചടങ്ങ് പ്രകാരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ടൊരു വിരുന്നിന് വരവും കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഇത്. ഇനിയിപ്പോൾ നാളെ അവളുടെ വീട്ടിൽ തന്നെ വിരുന്നാണ്. അത് കഴിഞ്ഞിട്ട് അവൾ അങ്ങ് തിരിച്ച് പെരുന്തമണ്ണയ്ക്ക് പോകും, അങ്ങാടിപ്പുറത്തിന് പോകും. ഇന്നിപ്പോൾ ഈ വിരുന്നിൽ കണ്ണന് പങ്കെടുക്കാൻ പറ്റിയില്ല. കണ്ണൻ എന്ന് പറയുന്നത് അവളുടെ അനിയൻ കിരൺ എന്നാണ് കേട്ടോ പേര്. അവൻ കോട്ടയത്താണ് പഠിക്കുന്നത്. അപ്പോൾ അവന് വരാൻ പറ്റിയില്ല, എക്സാമോ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. അപ്പോൾ അവനതൊരു ഭയങ്കര നഷ്ടമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിരുന്നുകൾക്കൊന്നും അവന് പങ്കെടുക്കാൻ പറ്റാത്തതിൽ. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഐഷ വന്നു, പിന്നെ അമ്മുവിൻ്റെ വിരുന്ന് കാര്യങ്ങളെല്ലാം അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.